ഇനിയും അയാൾ സത്യം പറയില്ലെന്നുണ്ടോ? അറിയണം. പറഞ്ഞല്ലേ പറ്റൂ. പറയൂ, എന്താണ് നിന്റെ തീരുമാനം? രക്തം വാർന്ന് ഇവിടെ കിടന്ന് ചാകുന്നത് വരെ ഈ ക്രോധം നിന്റെ മുഖത്ത് കാണണം. തിളച്ചെണ്ണയിൽ തലമുക്കി ഇവന്റെ പ്രാണൻ പറച്ചെറിയണം. രുദ്രകർമ്മം അമാവാസി നാൾ വരെ നമുക്ക് കാക്കാം. ആ അമൂല്യ ഗ്രന്ഥം എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനോടെ മടങ്ങാം. ഞാൻ പറയില്ല. മൂർധാവിലേക്ക് നിന്റെ പ്രാണൻ പെടഞ്ഞു കയറുമ്പോൾ നീ പറയും, ജ്യോതിർമയ ഗോളവും അതിലൂടെ അമരത്വവും കൈക്കലാക്കാൻ നിന്റെ കയ്യിലുള്ള ഗ്രന്ഥം നമുക്ക് വേണം. അത് കൈക്കലാക്കിയാൽ മായാപുരിയും ഈ കാപാലികയുടെ കാൽ കീഴിൽ. തലമുറകളായി ഉയരുപോലെ കാത്തു സൂക്ഷിച്ചതാ. അതിരിക്കുന്നതേ അറപ്പുരയിലല്ല, എന്റെ നെഞ്ചും കൂട്ടില്ല. കഴിയുമോ നിങ്ങൾക്കത് തട്ടിയെടുക്കാൻ? എന്താടാ? അതെ, എന്ത് പറ്റിയടാ? എന്താ നീ സ്വപ്നം കണ്ടോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ. ആരടി? അമ്മയാ. ഇങ്ങതാ ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മയെ ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഏതായാലും സന്ധ്യക്ക് മുമ്പ് അങ്ങെത്തും. ഓക്കെ അമ്മ. ഇത് എത്രാമത്തെ കോളാ? എവിടായിന്നറിയാനാ? എന്തൊരു തിടുക്ക അമ്മക്ക്. മക്കളൊക്കെ വരുന്നു എന്നറിയുമ്പോ ഏതമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ ശ്രീയേട്ടാ. നമ്മളാണെങ്കി എത്ര കാലം കഴിഞ്ഞുള്ള വരവാ. ഉഷകാല സന്ധ്യകളിൽ ഒരുമയും സ്നേഹവും സൗഹൃദവും പ്രാർത്ഥനാപൂക്കളായി വിരിയുന്ന ഒരു ഗ്രാമം, രാമനാട്ടുകര. പക്ഷേ ഏറെ നാളായി രാമനാട്ടുകരയിൽ ശാന്തിയും സമാധാനവും നഷ്ടമായിരിക്കുന്നു. ഈ ഗ്രാമജനതയുടെ ആത്മാവ് നീറുന്ന ചില ദുരന്തങ്ങൾ എന്താണത്? എങ്ങനെയാണത് സംഭവിച്ചത്? ജിന്നുകൾ കാഴ്ചയെ മറയ്ക്കും. കുഞ്ഞിനെന്ത് പറ്റി? എന്തായാലും ഉസ്താദ് തെളിച്ചു പറയണം. ജീവഹാനിക്ക് കാരണം കാണുന്നില്ല. എന്റെ മോനിപ്പോ എവിടെയാ? ആരുടെ കൂടെയാ? എന്തെങ്കിലും അവ കഴിച്ചു കാണോ? ഓർത്തിട്ട് എന്റെ നെഞ്ചു പെടയ. കൂട്ടുകാരും ഒത്ത് കളിക്കാൻ പോയിട്ട് കാണാനില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉസ്താദെ സഹിക്കുക? 14 ദിവസമായിട്ട് ഞങ്ങൾ തീ തന്നെയാ. ഞങ്ങളുടെ പൊന്നു മോൻ. ദിക്കുകൾ 8 പുക കൊണ്ട് മറയുകയാണ്.
ഒന്നും പറയാറായിട്ടില്ല. നേരവും കാലവും നോക്കി ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഡാഡി എന്താടാ? ഓ, ഇവന്റെ ഒരു കാര്യം. വേഗം പോയിട്ട് വാ. The gentleman. Not the gentleman. എന്താ? എന്താന്നറിയില്ല. ഛെ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇതുവരെ. എന്തു പറ്റിയടാ? ഏയ് ഒന്നുമില്ല. വേറെ നേരായി തമാശ കളിക്കാൻ തുടങ്ങി. പോവാം. ദേവി ദാമ ദേ കേശവ, അവര് വന്നു. വാ. എന്റെ മോനെ, എത്ര കാലമായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്തുവാടാ ഇത്? പാറി പറന്ന മുടിയും അവന്റെ ഒരു വേഷവും. മുത്തശ്ശി എന്തൊക്കെയാ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചെന്നാ സാധനങ്ങളൊക്കെ എടുക്ക. മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഒക്കെ മുത്തശ്ശി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മുത്തശ്ശി? അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഓരോന്നായിട്ടങ്ങ് തരും. മോനങ്ങ് കഴിച്ചാ മാത്രം മതി. മക്കൾ വാ വാ വാ. ആദ്യം കുപ്പായൊക്കെ മാറി കുളിച്ച് മിടുക്കനായിട്ട് വാ. അധർമ്മം കാട്ടിയും അന്യന്റെ സ്വത്ത് ആഗ്രഹിച്ചും ജീവിക്കുന്ന ദുഷ്ടന്മാരെ ഭഗവാൻ വാനോളം വളർത്തിയിട്ടേ നശിപ്പിക്കൂ. രാക്ഷസ രാജാവായ രാവണനെ ഒടുവിൽ ഭഗവാൻ നിഗ്രഹിച്ചില്ലേ? അതി, നീ കഥ കേൾക്കുന്നോ അതോ മൊബൈലിൽ കളിക്കുന്നോ? കഥയും കേട്ട് കളിക്കുക. അമ്മേ, ഇവനിനി കുറച്ചു ദിവസം അമ്മയുടെ കൂടെ കാണും. അപ്പൊ നിങ്ങളോ? അമ്മേ, വളരെ നേരത്തെ പ്ലാൻ ചെയ്തതാ. എല്ലാവരും ഭാര്യമാരായിട്ടാ വരുന്നത്. പേര് ടൂർ എന്നാണെങ്കിലും എല്ലാ ദിവസവും ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അമ്മേ. ഞങ്ങൾ രാവിലെ തന്നെ പോകും. മാക്സിമം ഒരാഴ്ച, അതിനുള്ളിൽ ഞങ്ങൾ ഇങ്ങ് വരും. അമ്മേ, ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോ 3-4 ദിവസം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പോവൂ. അന്ന് നീ പറയും, അമ്മേ ഓഫീസിൽ നാളെ പോയേ പറ്റൂ, ആനയാണ് ചേനയാണെന്നൊക്കെ. എത്ര കാലം കൂടിയിട്ടാണ് എല്ലാരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു വരുന്നേ? എന്നിട്ട് ഇങ്ങനെ ഓടുന്നോ? കഷ്ടമുണ്ട്. മുത്തശ്ശി, അവര് വേൾഡ് ടൂർ ഒക്കെ പോയിട്ട് വരട്ടെ. ഇനി മുത്തശ്ശിയുടെ വേൾഡിൽ ഞാനില്ലേ? അമ്മേ, അച്ഛൻ എവിടെ പോയി? അച്ഛൻ എവിടെയാ പോകുന്നതെന്നോ എപ്പോഴാ വരുന്നതെന്നോ പറയാറുണ്ടോ? ചോദിച്ചാൽ അറിയാലോ. എന്തെങ്കിലും കുറെ വേദാന്തം പറയും.
ഗവേഷണവും പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടക്കുക. കൊച്ചുരാമൻ കിടപ്പിലായതിൽ പിന്നെ പോക്കും വരവും ഒക്കെ അച്ഛൻ ഒറ്റയ്ക്കാ. കൊച്ചുരാമൻ എന്താ പറ്റി? പച്ചമരുന്ന് പറിക്കാനായിട്ട് കാട്ടിപ്പോയതാ. എന്തോ കണ്ടു ഭയന്നതാണെന്നാ പറയുന്നേ. ഇപ്പൊ മിണ്ടലും പറച്ചിലും ഒന്നും ഇല്ലാതെ മച്ചിലേക്ക് നോക്കി ഒരേ കിടപ്പ.